ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബിഗ് ബോസ് താരവും നമ്മുടെ സ്റ്റാർ മാജിക് അഭിനേതാവുമായ നമ്മുടെ ഷിയാസ് കരീം അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യമായി പത്നിയുമൊത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നു, കല്യാണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടനത്തെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഒരു വിഷമം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. കല്യാണ സമയത്ത് തനിക്ക് തൻ്റെ കുടുംബത്തിനുമൊത്ത് അതുപോലെ തന്നെ അളിയനും പെങ്ങളും ഏട്ടനും ഒക്കെ ഒത്തുള്ള ഒരു ഫോട്ടോഷൂട്ട് പരിപാടി മാത്രം നടന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അതിനു വേണ്ടിയാണ് താൻ ഒരു വലിയ സ്റ്റേജും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുക്കിയിരുന്നത്. എന്നാൽ ജനങ്ങളുടെ തിരക്ക് കാരണം ആ ഒരു ഫോട്ടോഷൂട്ട് മുടങ്ങിപ്പോയിരുന്നു. അതിനുശേഷം താൻ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഏകദേശം 1500 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണമെന്നാണ് വിചാരിച്ചത് എന്ന്. എന്നാൽ ഏകദേശം 3000-ഓളം ആൾക്കാർ ആ ചടങ്ങിൽ പങ്കെടുത്തെന്ന് ഷിയാസ് കരീം പറയുന്നു. അതുപോലെ തന്നെ പെരേരയെ കല്യാണത്തിൽ വിളിച്ച കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആരെയും മാറ്റി നിർത്താൻ വേണ്ടി താൻ ആഗ്രഹിക്കുന്നില്ല എന്നും എല്ലാവരെയും ചേർത്തി പിടിക്കുകയാണ് വേണ്ടതെന്നും നമ്മുടെ ഷിയാസ് കരീം അമ്മയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള യാത്രയിൽ തൻ്റെ പ്രിയ പത്നിയായ ദർഫയെയും എല്ലാവരും കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയൊക്കെ നടന്നു. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആളുകൾ സുഹൃത്തുക്കളുടെ സ്നേഹം കൊണ്ടിട്ട് എൻ്റെ വീട്ടുകാരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനുശേഷം ചെറിയൊരു പരിപാടി ചെയ്യുന്നു. തോന്നുന്നു നേരത്തെ അടിപൊളി ഗംഭീരം, ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളൊരു കല്യാണത്തിന് ഒരു ഇതുണ്ടല്ലോ, നമ്മളെ ഉമ്മ, അനിയൻ, എൻ്റെ അനിയത്തി, അളിയൻ, കുട്ടികളെ കൂടി ഒരു ഫോട്ടോ, ഫാമിലി ഫോട്ടോ, അത് എടുക്കാൻ പറ്റിയില്ല. അവരത്രയും ആളുകൾ ഇങ്ങനെ വന്നിട്ട് നമ്മളെ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് ഒരു ഞാൻ കുറേ പൈസയൊക്കെ വെച്ചിട്ട് സ്റ്റേജൊക്കെ ഉണ്ടാക്കി അതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളത് വേറൊരു പരിപാടിയിലൂടെ ചെയ്തു, ഭയങ്കര ഗംഭീരമായിട്ട് വേറൊരു പരിപാടി ചെയ്തു, ഞങ്ങളുടെ ഫാമിലി മാത്രമുള്ള പരിപാടി. അപ്പോൾ അത് ലാമൂൺ കാറ്ററിങ്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് അതിൽ കോപ്പറേറ്റ് ചെയ്തു. കാര്യം ഞാൻ 1500 പേർക്ക് ഫുഡ് ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ചേട്ടാ ചിലപ്പോൾ കുറച്ച് ആളുകൾ കൂടാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷിയാസ് കരീമിൻ്റെ കല്യാണമല്ലേ, അത് ഞാൻ അറിഞ്ഞും കണ്ടും ചെയ്തോളൂ. അതൊരു കാറ്ററിങ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, എൻ്റെ കല്യാണത്തിൽ നിന്ന് എൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞ ഭക്ഷണം പൊളിച്ചു, അടിപൊളി ഗംഭീര ഫുഡായിരുന്നു. അത് മീഡിയയിലുള്ള ആളുകൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം പൊളിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ വിളിച്ച എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്, വിളിക്കാത്ത ഒരുപാട് ആൾക്കാർ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എന്നോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല്. ഇപ്പോ ഈ പെരേരനെയും അലൻ ജോസ് പെരേരയും അങ്ങനെ അതൊക്കെ ഞാൻ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ ഒരു ഇതാട്ടോ, നമ്മളൊരാളെ മാറ്റി നിർത്താറുണ്ട്. അതിപ്പോ നമ്മളാണ് തരംതിരിക്കുന്നത്. പല ആളുകളും കഴിവ് പറഞ്ഞവരും കഴിവില്ലാത്തവരും, എല്ലാവർക്കും പടച്ച തമ്പുരാൻ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കഴിവുകൾ കാണുന്നല്ല. ഞാൻ എത്ര പ്രായമുണ്ട്? 22. അതുള്ളൂ. അപ്പോൾ എന്തൊരു സിനിമയുടെ പൂജിക്കുന്ന ഒരു തൂഫാൻ എന്തൊരു മേരാ തൂഫാൻ, ആ സിനിമയുടെ പൂജയ്ക്ക് ഞാൻ പോയിരുന്നു. അന്ന് അലൻ ജോസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരു കല്യാണമാണെന്ന് ഞാൻ അറിഞ്ഞു. ചേട്ടാ എനിക്ക് കല്യാണം വിളിക്കുന്നില്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വിളിക്കാൻ പോകും. പാവമാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഡിങ്ങറാണ്. അതായത് ഒരു പാവ മനുഷ്യൻ, സാധുവായിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പം ഇടയ്ക്ക് മലപ്പുറത്ത് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഇനി നോക്കുകയാണെങ്കിൽ വാങ്ങുമ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോകാൻ, അല്ലാതെ അങ്ങനെയൊന്നും ഇതൊക്കെ ഒരു രസമല്ലേ. കാര്യം പുള്ളിക്കാർ കുറച്ചാൾ കഴിയുമ്പോൾ അബുദാബി ജോലിക്ക് പോകും. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ഉള്ള സമയം എൻ്റെ കൂടെ അവൾ സ്പെൻഡ് ചെയ്യട്ടെ. വൈഫിനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ നിർത്താൻ വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ, എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എൻ്റെ പാർട്ട്ണർ അല്ലാതെ വേറെ ആളെ ഞാൻ കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ലൈഫ്. അതുപോലെ തന്നെ ഷിയാസ് കരീം പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. തൻ്റെ വൈഫിന് 22 വയസ്സേ ആയിട്ടുള്ളൂ എന്നും അവൾ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾ കേരളം കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അവളുടെ ലൈഫ് ഭൂരിഭാഗവും ദുബായിലായിരുന്നു. അതുകൊണ്ടാണ് താൻ എൻ്റെ ഇനാഗ്രേഷനും മറ്റു പരിപാടികൾക്കും പോകുമ്പോഴെല്ലാം തന്നെ ഒപ്പം കൂട്ടുന്നത് എന്ന് ഷിയാസ് കരീം നമ്മോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഷിയാസ് കരീം സ്റ്റാർ മാജിക് ഇപ്പോൾ നിർത്തിയതിനെ പറ്റി നമ്മുടെ ഷിയാസ് കരീമിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറയുന്നു, സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പരിപാടിയാണ് എന്നും അതുപോലെ തന്നെ അത് ഏകദേശം ഒരു 7 വർഷത്തോളം തുറന്നു വന്നതിനാൽ തീർച്ചയായും അതിൽ ചില മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം എടുക്കേണ്ടി വന്നതിനാലാവാം ഒരു ബ്രേക്ക് എടുക്കുന്നത് എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. അതുപോലെ തന്നെ
അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ ഡയറക്ടർ അനൂപ് ജോണിനെ വിളിച്ച് സാർ എന്താണ് പരിപാടി നിർത്തിയത് എന്ന് ചോദിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ, അതുകൊണ്ട് താൻ അവസാന നിമിഷത്തിലൊന്നും സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നില്ല എന്നും പെട്ടെന്നുള്ള ഒരു നിർത്തലിൻ്റെ കാരണം എന്താണെന്ന് തനിക്ക് മാനസികമായിട്ട് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഏകദേശം ഒരു 10-20 സിനിമകൾ പുറത്ത് മലയാളത്തിലും അതുപോലെ തന്നെ 2 സിനിമ തമിഴിലും എല്ലാം തന്നെ താൻ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും തന്നെ മലയാളികൾ തിരിച്ചറിയുന്നത് സ്റ്റാർ മാജിക് അഭിനയിച്ച ഷിയാസ് കരീം എന്നാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തനിക്ക് ഈ കരിയറിൽ ഒരു ബ്രേക്ക് തന്നത് തീർച്ചയായിട്ടും സ്റ്റാർ മാജിക് ആണ്. അതിനെ താൻ ഒരിക്കലും മറക്കില്ല എന്നും എന്തൊക്കെ കമൻറ്റുകൾ വന്നാലും അതൊന്നും തന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല എന്ന് ഷിയാസ് കരീം പറയുന്നു. ഷിയാസ് കരീമിൻ്റെ വാക്കുകൾ. അപ്പോൾ 28 വയസ്സെന്ന് അറിയാലോ, ചെറിയ കുട്ടിയാണ്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. വേറെ ഈ സ്റ്റാർ മാജിക് നിർത്തിയേക്കാലോ, അത് എന്തുകൊണ്ടായിരുന്നു നിർത്താൻ കാരണം? നിർത്താൻ കാരണം എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആയില്ലേ ഒരു ബ്രേക്ക്. എല്ലാ പരിപാടി ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ ബ്രേക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ പുതിയ രൂപത്തിൽ തുടങ്ങും. അങ്ങനെ തന്നെ അപ്പോൾ ഞാൻ മനസ്സിലാക്കി അങ്ങനെ. ഞാൻ പിന്നെ അനുപേരനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല. നമുക്ക് ആളെ വിളിച്ചിട്ട് ഡയറക്ടറിൻ്റെ ഒരു ആർട്ടിസ്റ്റോട് എന്തുകൊണ്ട് നിർത്തി എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് സ്റ്റാർ മാജിക് തുടങ്ങിയ സമയത്തൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് പഴശ്ശി തന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് പക്ഷെ എന്നാൽ പോലും ചില ആളുകൾക്കെതിരായിട്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്യുന്ന പോലൊരു ഫീല് വന്നിരുന്നു. ഇപ്പൊ ലാസ്റ്റ് തീരാൻ നേരത്തൊക്കെ ആയാലും പോലും അതൊന്നും കൂടുതലും ഞാൻ പിന്നെ നെഗറ്റീവിന് പിന്നാലെ പോകുന്ന ഒരാളല്ല. എന്നെ പറ്റിയും ആളുകൾ നെഗറ്റീവ് പറയും, ആരെ പറ്റി പറയും. അപ്പോൾ നിങ്ങളുടെ ചാനലിടുന്ന കണ്ടന്റ് മോശമാണ്, നിങ്ങളുടെ ചാനലിനെ പറ്റി നെഗറ്റീവ് പറയും. അത് ഈ ഒരു വേൾഡ് അങ്ങനെയാണ്. പോസിറ്റീവ് ഉണ്ടെങ്കിലല്ലേ നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. ആ ഒരു പ്രോഗ്രാം ഭീകരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിന് ഭയങ്കര മാറ്റം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് സ്റ്റാർ മാജിക്. പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. കല്യാണത്തിൻ്റെ എല്ലാ ആഘോഷ പരിപാടികളും തൽക്കാലത്തേക്ക് അവസാനിച്ചു എന്നും കല്യാണത്തിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ തന്നെ സംഘടനത്തെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് പൊതുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം തന്നെ താൻ കേട്ടത് എന്നും അതിൽ വളരെ ഹാപ്പിയാണ് എന്നും പറയുന്നത്. അതുപോലെ തന്നെ ദർഫ ഒരു കമൻ്റ് അടിക്കുന്നുണ്ട്, താൻ ഷിയാസ് കരീമിൻ്റെ ഒപ്പരം തീരെ ബോറടിക്കുന്നില്ല എന്നാണ് നമ്മുടെ ദർഫ പറയുന്നത്. അതിന് ഷിയാസ് കരീം മറുപടി ആയിട്ട് പറയുന്നുണ്ട്, താൻ പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് ഇരുത്താനല്ല എന്നും തൻ്റെ ലൈഫിൽ തൻ്റെ പാർട്ണറെ തീർച്ചയായിട്ടും താൻ ഒപ്പരം കൂട്ടുമെന്നും തൻ്റെ പോസിറ്റീവും മൈനസും എല്ലാം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ദർഫ എന്നും വളരെ ഹാസ്യരൂപേണ നമ്മുടെ ഷിയാസ് കരീം നമ്മോട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഷിയാസ് കരീമിനും അതുപോലെ തന്നെ ദർഫയും ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ കുറച്ച് സമയം അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കാനും കണ്ടെത്തിയിരുന്നു. അതുപോലെ ഷിയാസ് കരീമിനെ അദ്ദേഹത്തിൻ്റെ ഭാവി പ്രൊജക്റ്റുകളിലും എല്ലാ വിജയവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായും വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.